ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മano handworkdesign. ഇന്ന് ഈ ഫില്ലറിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഈ ടേബിൾ മാറ്റ് കൊണ്ട് നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഒരാൾ കോൺടാക്റ്റ് ചെയ്യും. അവരുടെ ഫില്ലറിൽ മേൽ ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. നമ്മളങ്ങനെ സജഷൻ ചെയ്ത് ആ വീഡിയോ ചെയ്യുന്നത്. ഈ ടേബിൾ മാറ്റ് വിപണിയിൽ മേടിക്കാൻ കിട്ടും. നമ്മുടെ കട്ടൻ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഓൺലൈനിലും പർച്ചേസ് ചെയ്താൽ കിട്ടും. ഒരു 199-200 രൂപ ആ റേഞ്ചിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു മെറ്റീരിയലാണിത്. നമ്മളിത് ചെയ്യുന്നത് എപ്പോഴും പറയും, സ്മൂത്ത് പുട്ടി അല്ലാതെ വേറൊരു പുട്ടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്മൂത്ത് പുട്ടി ആകുമ്പോഴത്തേക്ക് ടെക്സ്ചർ പുട്ടിയാണ് സ്മൂത്ത്. അത് സാധാരണ വാൾപുട്ടിയിൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡോട്ട് വരുന്ന ഓരോ ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമ്മളറിയാതെ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് പാട് വീഴും. പിന്നെ അതൊരു വേറൊരു ലെവലിലേക്ക് മാറും. ആരെങ്കിലും ഒന്ന് തൊടുക സ്ക്രാച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് മാറും. നമ്മുടെ സ്മൂത്ത് പുട്ടി ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഫസ്റ്റ് ഞാനിപ്പോൾ ഇത് മേടിച്ചിരുന്നത് 1 മീറ്ററാണ്. ഈ 1 മീറ്റർ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് പിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ടേപ്പ് ഒട്ടിച്ചാണ് ഫസ്റ്റ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ചെയ്യണമെങ്കിൽ ഈ സ്മൂത്ത് പുട്ടിയുടെ വെയിറ്റ് കൊണ്ട് ടേപ്പ് ഒട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്നിലധികം, അതായത് 1 മീറ്ററിൻ്റെ തന്നെ ഒരു 3 എണ്ണം 2 എണ്ണമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഷ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എടുത്ത് കഴിയുമ്പോൾ, റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് വാഷ് ചെയ്തിട്ട് അടുത്തത് ഒട്ടിച്ച് നമുക്ക് വർക്ക് പെട്ടെന്ന് തീർത്ത് പോരാൻ പറ്റും. അതല്ല ഇത് തന്നെ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഇതൊരു കോട്ടൺ ആണ്, ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൽ ജലാംശം അധികം ഉള്ളതുകൊണ്ട് ഡ്രൈ ആയി വന്നില്ലെങ്കിൽ ആ ചെറിയ ഓരോ പാറ്റേൺ ഉണ്ട്, ഡോട്ടായിട്ട് നിൽക്കുന്ന പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണൊക്കെ ജലാംശം കൊണ്ട് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ചെറിയ ചെറിയ ഡോട്ടെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ പോലെ ഇതിൻ്റെ അകത്തൊരു ഡോട്ടുണ്ട്. അതുവരെ നമ്മുടെ സ്മൂത്ത് പുട്ടിയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അത് ഈ ജലാംശം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2 ആയാലും കുഴപ്പമില്ല, 2 മീറ്ററിൻ്റെ 2 എണ്ണം ആയാലും കുഴപ്പമില്ല, ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഒരെണ്ണം വാഷ് ചെയ്തിട്ട് അടുത്തത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് വർക്ക് തീർത്തിട്ട് വരാൻ പറ്റും. അതല്ല നമ്മൾ ഒരെണ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറേ ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പറ്റിയ ആ ഒരു പെശക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങളത് അതിൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള 2-3 മീറ്റർ മേടിച്ച് വെച്ചിട്ട് പീസാക്കിക്കൊണ്ട് ചെയ്യുക. ഇതൊരു വാൾ ഡിസൈനായിട്ട് ഒരു ഫുള്ള് വാളിൽ ചെയ്യാം. ഒരു വാൾപേപ്പർ ഒട്ടിച്ച ഒരു ഫീലായിരിക്കും. അത് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് ബ്ലാക്ക് അടിച്ചിട്ട് ഗോൾഡ് വാഷ് ചെയ്യാം, സിൽവർ വാഷ് ചെയ്യാം, കോപ്പർ വാഷ് ചെയ്യാം, പിന്നെ ബ്രൗൺസ് വാഷ് ചെയ്യാം. പിന്നെ ബ്ലാക്ക് അല്ലാതെ എമൽഷൻ അടിച്ചിട്ട് ഏത് രീതിയിൽ നമുക്ക് വേണ്ട. നമ്മളിപ്പം ഗോൾഡാണ്, അപ്പോൾ അവർക്ക് ഗോൾഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗോൾഡ് വാഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് അടിക്കുമ്പം നല്ല മെറ്റീരിയൽ മേടിച്ചടിക്കുക, ഫൗണ്ടേഷൻ ബ്ലാക്ക്, അതായത് ഏറ്റവും കുറഞ്ഞ ബ്ലാക്ക് മേടിച്ചടിച്ച് അതിൻ്റെ ക്വാളിറ്റി അത് നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ഇത് ഒരു വാൾപേപ്പറായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ഒരു വലിയ വാളിൽ 100 സ്ക്വയർ ഫീറ്റുള്ള വാളിൽ ഇപ്പം സാധാരണ ഒരു പ്രീമിയം ലുക്കിലേക്കൊക്കെ വരുന്ന പല വീടുകളിൽ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മൾ വർക്കിന് പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് വാൾപേപ്പർ ഒട്ടിച്ചേക്കുന്നത്. നമുക്ക് ടെക്സ്ചർ ആണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിൽ വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഇതുപോലെ വിപണിയിൽ ഇതിൻ്റെ ഈ ഡിസൈൻ ചെറിയ ചെറിയ ഡിസൈനുകളുള്ള ഒരുപാട് ഡിസൈൻ ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് മേടിച്ചൊരു വലിയ വാളിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രീമിയം ലുക്കിലേക്ക് തന്നെ വീടുകളെ കൊണ്ടുവരാൻ പറ്റും, ഇതുകൊണ്ട് പറ്റും. അപ്പോൾ സ്മൂത്ത് പുട്ടി ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിലും നമ്മൾ നമ്പർ ഇട്ടേക്കുക, കോൺടാക്ട് ചെയ്യുക. നല്ല സ്മൂത്ത് പുട്ടി നമ്മുടെ എക്കാടെക്സിൻ്റെ നല്ല സ്മൂത്താണ്. അത് ഓരോ സ്പെയർ ഡോട്ട് പോലും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന്, ആ സ്റ്റെൻസിൽ പോലെ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോട്ട് ചെയ്യുക, സെക്കൻഡ് കോട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ഗോൾഡ് വേണം. ബ്ലാക്ക് അല്പം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 2ാമത്തെ കോട്ടും അടിക്കുന്നത്. അതല്ല ബ്ലാക്ക് ഒരല്പം കൂടെ കണ്ടിട്ട് നല്ലൊരു ഫീലിലേക്ക് കിട്ടണമെങ്കിൽ സെക്കൻഡ് കോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഫസ്റ്റ് കോട്ട് തന്നെ നിർത്തി ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അറിവ് ഞാൻ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ഇത്. പലരും നമ്മളോട് പറയാതെ മറച്ചു വെക്കുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് നമ്മളതുകൊണ്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. പല പെയിൻറ്റർ മേഖല കിടക്കുന്ന ആൾക്കാരും ടെക്സ്ചർ മേഖലയിലേക്ക് എത്താൻ
പറ്റാതെ ഒതുങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരും ചെയ്ത് ആ ഒരു മേഖലയിലേക്ക് എത്തട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനിയും പുതിയ പുതിയ കണ്ടൻറ്റുകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മുമ്പോട്ടുള്ള എല്ലാ വർക്കിനു വേണ്ടി നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ എല്ലാവർക്കും ബൈ.